നമസ്കാരം, ഏഷ്യൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കാലുകൊണ്ട് കത്തെഴുതി ഒരു പൊതുവിദ്യാലയത്തിൻ്റെ തലയുയർത്താൻ നിമിത്തമാവുക വഴിയാണ് വെളിമണ്ണ ആലത്തുകാവിൽ മുഹമ്മദ് ആസിം ശ്രദ്ധേയനാകുന്നത്. ഇരു കൈകളില്ലാതെയും പരിമിതികളുള്ള കാലുകളോടെയും ജനിച്ച മുഹമ്മദ് ആസിം നിശ്ചയദാർഢ്യ കൈമുതലാക്കി തൻ്റെ പരിമിതികളെ അതിജീവിച്ച് മുന്നേറുന്ന കാഴ്ച പലവട്ടം കേരളം കണ്ടു. ഇപ്പോഴിതാ ആസിം SSLC പരീക്ഷ എഴുതാനുമെത്തി. അറബി ഒന്നാം ഭാഷയായി തിരഞ്ഞെടുത്ത ആസിം സ്ക്രൈബിൻ്റെ സഹായത്തോടെയാണ് തിങ്കളാഴ്ച എലൈറ്റിൽ MGA ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയത്. പരീക്ഷ എളുപ്പമായതിനാൽ തുടക്കം നന്നായെന്നും താൻ SSLCയുടെ കടമ്പ കടക്കുമെന്നുമായിരുന്നു ആസിമിൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം. പരീക്ഷ എഴുതാനായതിനാൽ സന്തോഷമുണ്ടെന്നും ദേശീയ പാരാലിമ്പിക്സിലെ അത്ലറ്റിക്സ് മത്സരങ്ങൾ നഷ്ടമാവുന്നതിൻ്റെ സങ്കടത്തിലാണ് ആസിം. സംസ്ഥാന പാരാലിമ്പിക്സിൽ ജൂനിയർ വിഭാഗത്തിൽ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡലും 100 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡലും നേടിയ ആസിം 50, 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിലും 50 മീറ്റർ ബ്ലാക്ക് സ്ട്രോക്കിലും സ്വർണം നേടി ദേശീയ പാരാലിമ്പിക്സിലേക്ക് യോഗ്യത നേടിയിരുന്നു. എന്നാൽ SSLC പരീക്ഷയായതിനാൽ മാർച്ച് 11, 12, 13 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ദേശീയ പാരാലിമ്പിക്സിലെ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആസിമിന് പങ്കെടുക്കാനാവില്ല. ദൂരെയുള്ള വിദ്യാലയത്തിൽ പോയി പഠിക്കാനാവാത്തതിനാൽ പഠിച്ചിരുന്ന വെളിമണ്ണ GMLP സ്കൂൾ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 2014 ഡിസംബർ 10 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതിയതോടെയാണ് ആസിം വാർത്തകളിൽ ഇടപിടിച്ചത്. മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്തതോടെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരേയൊരു കുട്ടിയുടെ ആവശ്യം പരിഗണിച്ച് ഒരു പൊതുവിദ്യാലയത്തിൻ്റെ തലയുയർത്തപ്പെട്ടു. പിന്നീട് ഇതേ വിദ്യാലയത്തെ ഹൈസ്കൂളായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ആസിം പിന്നീട് വന്ന LDF സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല. വെളിമണ്ണ മുഹമ്മദ് ഷഹീദ് ജംസീന ദമ്പതിമാരുടെ മകനായ ആസിം പെരിയാർ നീന്തിക്കടന്ന് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടുകയും ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്.